ബി.ജെ.പിയെ സംബന്ധിച്ച് ഒരു വലിയ തിളക്കമാർന്ന വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. 5 സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോകാൻ മുന്നൊരുക്കം നടത്തുന്ന പാർട്ടിയെ സംബന്ധിച്ച് അതൊരു വലിയ നേട്ടം തന്നെയാണ്. കാരണം ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ MCDയിലേക്ക് നടന്ന 12 വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ബി.ജെ.പിയെ സംബന്ധിച്ച് വളരെ നിർണായകം തന്നെയായിരുന്നു. കാരണം അവിടുത്തെ ഈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭരണം നിലനിർത്തുക, ഈ സീറ്റുകൾ അനിവാര്യവുമായിരുന്നു. അങ്ങനെ 12 ഇടത്ത് നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ 12-ൽ 7 എണ്ണം ബി.ജെ.പി നേടിയിരിക്കുന്നു, 3 എണ്ണം ആം ആദ്മി പാർട്ടിയാണ് നേടിയത്, 1 എണ്ണം കോൺഗ്രസും മറ്റൊന്ന് ഈ ഇടതുപക്ഷ പാർട്ടിയായ AIFBയും നേടിയിരിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ തവണ ഇത് ആം ആദ്മി പാർട്ടിയുടെ കൈകളിൽ ഉണ്ടായിരുന്ന സീറ്റുകളാണ്. കജ്വാല, പിതാംപുര, ഭാരത് നഗർ, സിവിൽ ലൈൻ, റൂസ് അവന്യൂ, ദ്വാരക, നജ്ഫട്ട്, ഗോൾ മാർക്കറ്റ്, പുഷ്പവിഹാർ, മണ്ടാലി എന്നിവിടങ്ങളിലാണ് ഈ ഉജ്ജ്വലമായ ഒരു വിജയം നേടിയിരിക്കുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ച് ഇതൊരു വലിയ വിജയം തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ദില്ലി നിയമസഭയിലും ഒപ്പം തന്നെ ഈ മുനിസിപ്പൽ കോർപ്പറേഷനിലൊന്നും അധികാരമില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ദില്ലിയുടെ അധികാരം പിടിച്ചെടുത്തു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏതായാലും ദില്ലിയിൽ ബി.ജെ.പിയുടെ ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ആവേശം കെട്ടടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ കോർപ്പറേഷന്റെ ഭരണവും സ്ഥിരമായി ഇല്ലെങ്കിൽ ആ കോർപ്പറേഷന്റെ ഭരണവും ശക്തിപ്പെടുത്തുവാൻ, അത് നിലനിർത്തുവാനായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം ബി.ജെ.പി ഏറെ സഹായിച്ചിട്ടുണ്ട്.